നോക്കിയ സൗണ്ട് ചെക്ക് സൗണ്ട് ചെക്ക് സൗണ്ട് ചെക്ക് സൗണ്ട് ചെക്ക് ഹലോ 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 ചെക്ക് 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 മൈക്ക് ടെസ്റ്റ് മൈക്ക് ടെസ്റ്റ് മൈക്ക് ടെസ്റ്റ് ഹലോ അവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ഓക്കെ ഇട്ടാ എല്ലാരും ഒന്ന് ഓക്കെ സ്പാം ചെയ്ത് എനിക്ക് IRL ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഈ ഫോണും കൊണ്ട് നടക്കണം ഇങ്ങനെ ഇതെന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ ഫോൺ വെക്കുന്ന ഈ പരിപാടി ആക്കണം കേട്ടോ ഇങ്ങനെ റിസ്റ്റിൽ വെക്കുന്ന ഒരു സംഭവം പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇതും കൊണ്ട് നടക്കലടങ്ങാറാ ഞാൻ കാര്യം പറയാലോ ഗൈസ് സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ സ്പാം ചെയ്തേ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ സ്പാം ചെയ്തേ ചെക്ക് 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 എടാ എല്ലാരും ഒന്ന് മാറാ എല്ലാരും ഒന്ന് വയ്യൊരുക്കൂ ഗൈസ് ഇതെന്താ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നടന്നു ഓക്കെ അല്ലേ ഓക്കെ സൗണ്ട് ഓക്കെ സൗണ്ട് ഓക്കെ സൗണ്ട് ഓക്കെ സൗണ്ട് ഓക്കെ Alright. Chat. Happy Onam. Welcome back to another live stream. ഇതാ പൂക്കളം കാണിച്ചിട്ട് തുടങ്ങും ഒരു നല്ല കാര്യം നല്ല ഇതിൽ തന്നെ അല്ല ഓണം കഴിഞ്ഞ് ഇന്നലെയാണ് പക്ഷെ ഇന്ന് നമ്മളെ ഓണം ഇന്നാണ് പക്ഷെ ഗൈസ് അപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മളെ ഓണത്തിന്റെ എല്ലാവർക്കും ഉത്രാട ആശംസകൾ. ഉത്രാടല്ലേ എന്തേലും ആട്ടെ ഞാൻ പറയുന്നത് വെച്ചാല് ഇന്നത്തോടുകൂടി ഓണത്തിന്റെ കലാപരിപാടികള് കൊട്ടിക്കലാശാണ്. അപ്പൊ ഇവിടെ ഓക്കെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താം. ഇവിടെ പൂക്കളുണ്ട്, പിന്നെ കുറച്ച് ഗെയിംസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് മറ്റേ തലയാണ, ഇതിന്റെ മുകളിൽ കയറിയിട്ട് വന്നിട്ട് ഇങ്ങനെ അടിച്ചിടുന്ന പരിപാടി. തലയാണ വീണ തല പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്, മുകളിൽ 2 ബെഡ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗെയിം. പിന്നുള്ളത് വടംവലി. ഇന്നത്തെ പരിപാടികൾ പരിചയപ്പെടുത്താണ്. പിന്നെയുള്ള വടംവലി നമ്മൾ കളിക്കും. പിന്നെന്താ ചട്ടി മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് അടിക്കുന്ന സംഭവമില്ലേ, അതിനെന്താ പറയാ, ഉറിയടി ഉണ്ട്. കസേരൊന്നും ഇട്ടില്ല. ഇതെന്താ ഇതാരാ ഇവിടുത്തെ കാര്യങ്ങളാരാ നോക്കുന്നത്? പോയി എടുക്കടാ കസേര എടുത്തടെ. എടാ സ്റ്റേജും കാര്യങ്ങളും സെറ്റ് ആക്കി കസേര ഇല്ല. എന്തായത് കസേര വേണ്ട, എടുത്തിട്ട് വേണം മാറി തുടങ്ങട്ടെ. അപ്പൊ ഗൈസ് W ഡ്രസ് നടന്നുണ്ട്, മുത്ത സീൻ ഡ്രസ് എന്ന് പറയുന്നുണ്ട്. പൈനാപ്പിൾ എക്സ്പ്രസ് എന്നോ? അപ്പൊ അനന്തപുരം കണ്ടോ? അനന്തപുരം പൈനാപ്പിൾ എക്സ്പ്രസ് അനന്തപുരം മനസ്സിലായുള്ള ആൾക്കാരൊക്കെ അടി ഇവന് ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മള് പണ്ട് നീ ലാസ്റ്റ് ലൈവിൽ വന്നത് അമ്പാൻ ലൈവില് ഞാനും അച്ചായനും ഇവരെല്ലാം കൂടിയിട്ടൊരു നമ്മളെ രംഗണ്ണന്റെ സ്ട്രീം കണ്ടവർക്ക് അറിയാം. ഇതാണ് നമ്മളെ അനന്തു പൈനാപ്പിൾ എക്സ്പ്രസ് AKA എന്തല്ലോ അങ്ങനെ മറക്കാൻ പറ്റുമോ? പാട്ടിട്ട് പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. ആരും ഫോൺ പിടിച്ച കസേര എടുത്തിട്ടല്ലോ ഇത്രേ ഉള്ളൂ. മൈക്ക് എന്താണ് കോമാളിയാകല്ല, കാര്യങ്ങൾ പറയട്ടെ. മൈക്ക് എടാ അലിൻ ജോസ് പെരേര കോമാളിയാകല്ല. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയണം, മൈക്കിൽ സംസാരിക്കണം. ആദ്യം മൈക്ക്. ഹലോ ഇതെന്താ തുടങ്ങിയില്ല, പരിപാടി തുടങ്ങിയില്ല. എടാ എല്ലാരും ഇരിക്കടാ, എല്ലാരും. ഇവര് നാസിന്റെ ആൾക്കാരാ. ആരും ഇല്ല, അപ്പൊ നമുക്ക് ഗസ്റ്റ് ഇല്ല. ഇത് നോക്ക് കസേരല്ല കാലി. പിന്നെ ഷെയ്ക്കണ്ട കേട്ടോ, നമുക്ക് ഷെയ്ക്ക് ഒരു ഗസ്റ്റെങ്കിലും ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഹലോ എടാ മൈക്ക് കിട്ടുന്നില്ല, സൗണ്ട് എടാ ലൈറ്റ് ഓഫ് ആക്ക്. ഇതെന്ത് ഷോ ഹൈഡ് ഇതെന്താ ചാറ്റ് മൊത്തം ഷോ ഹൈഡ്.
ഇവരെന്താ ഈ കാണിക്കുന്ന ഈ മോഡറേറ്റേഴ്സ് എന്താ പരിപാടി കാണിക്കുന്നത്? എന്താ എല്ലാം ഷോ ഹൈഡ്? ചാറ്റ് എന്തോ ബങ്കായ. ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. സഹൃദയരെ, ഇന്ന് തിരുവോണം കഴിഞ്ഞ് ഉത്രാട ദിനമാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. MRP ഗ്യാങ്ങിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ആശംസകൾ അറിയിക്കുന്നു. പരിപാടികളുണ്ട്, കഴിവുള്ളവർക്ക് കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയിലൂടെയാണിത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കസേരയിലും കാര്യമാണ്. നമ്മൾ വിളിച്ച ഗസ്റ്റുകൾ ആരും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് ഷെയ്ഖ് വന്നിട്ടുണ്ട്. ഷെയ്ഖിന്റെ ഭാര്യ, ഷെയ്ഖിന്റെ ആരാ അത്? ഷെയ്ഖിന്റെ ഫ്രണ്ടാന്ന് പറയുന്നത്. ഇരിക്കും ആകെ നിങ്ങൾ മാത്രമേ ഗസ്റ്റ്. ഞാൻ കാണുമ്പോട്ടെ വിക്കി ഒരു മിനിറ്റ് ചാറ്റില് പറയണേ. വിക്കിനെ വിളിച്ച്, അച്ചായനെ വിളിച്ച്, മാക്കിനെ വിളിച്ച്, നമ്മളെ മുന്നേ നമ്മളെ സ്ട്രീമിൽ വന്ന എല്ലാരെയും ഞാൻ വിളിച്ചിന്. ആരും വന്നിട്ടില്ല. മാക്ക് ഗേൾഫ്രണ്ട് പോയിട്ട് സിനിമ കാണാൻ പോയി, ലോക കാണാൻ പോയല്ലോ. മോനെ എന്റെ കയ്യിൽ കിട്ടിട്ട്. പിന്നെ അച്ചായൻ ചിലപ്പം വരൂല. ഞാൻ വിളിച്ചന്, ക്ഷണിച്ചിട്ടുണ്ട്. അച്ചായന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഭാര്യ പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറഞ്ഞ ഭാര്യ വീട്ടുകാരും പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതാണ് അച്ചായൻ ലൈവിൽ വരാത്തതൊക്കെ. ഒരു 90%, 80% ഇന്ന് വരും. പ്രതീക്ഷിക്കാം. മിക്കവാറും അച്ചായൻ വരും. പിന്നെ ആരാ? പിന്നെ വിക്കി ഫോൺ എടുക്കുന്നില്ല. വിക്കിനെ നമ്മള് 3 ദിവസമായിട്ട് വിളിച്ച് ക്ഷണിച്ച് സെറ്റാക്കി വെച്ചാൽ വിക്കി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്കൊന്ന് ഓൺ ആയിക്കൊണ്ട് എല്ലാവരും അടിച്ച് ഓഫാന്ന് തോന്നുന്നു. അതാണ് ആരും വരാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പരിപാടി നടത്താം. സൗണ്ടിലൊക്കെ എൽ ക്യാമറ. എടാ അഖില ഒന്ന് നോക്കടാ. എൽ ക്യാമറ എന്ന് പറയുന്നത് ലൈറ്റ് വർക്ക്, ISO വർക്ക്. നീ ഉള്ളിലുള്ള ISO ആണ് പുറത്ത് ഉപയോഗിക്കുന്നത്. നീ എന്താണ് എല്ലാവർക്കും മൈക്കിൽ ഓരോ സൗണ്ട് ഓക്കെ. അപ്പം അത് പരിപാടി കണ്ടിന്യൂ ചെയ്യട്ടെ. എടാ എല്ലാരും ഇരിക്കടാ. ഇരുന്നാലും ഇരിക്കും. നിങ്ങൾ ഗസ്റ്റ് ആരും ഇല്ലാത്തോണ്ട് നിങ്ങളെങ്കിലും ഇരിക്കും. പരിപാടി തീർക്കട്ടെ. അപ്പം സഹൃദയരെ, മേഹറിനെ വിളിക്കാൻ മറന്നു. മേഹറിനെ വിളിക്കണമായിരുന്നു. മേഹറിന്റെ കാര്യമേ ഞാൻ വിട്ടുപോയി. മേഹറിനെ എനിക്ക് വന്ന് ലാസ്റ്റ് ഞാൻ വിളിച്ചതപ്പാ അന്നാ പ്രശ്നം ഉണ്ടായ ദിവസമായിട്ട് നമ്മളെ ലാസ്റ്റ് വിളിച്ചത്. മേഹറിനെ ശേഷം ഞാൻ വിളിച്ചില്ല. മേഹറിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. സോറി. ഇതിപ്പോ എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെന്തായാലും ഇതിപ്പോ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇരുട്ട് വരെ ലൈവ് ഉള്ളു. ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, എത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പൊ എനിവേസ് സഹൃദയരെ, അപ്പം ആദ്യം ക്യാമറ ഏതോ ടീം വരുന്നുണ്ട്. ആരാ നോക്കാം. എത്തിയിരിക്കുകയാണ്. ഷുക്കൂർ മജീദും എത്തിയിരിക്കുകയാണ്. ഷുക്കൂറും പോയി, മജീദും പോയി. ക്യാമറമാൻ റേഞ്ചിന്റെ ഔട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ബഫറിങ് വരും. ഇപ്പൊ ഒരു ബഫറിങ് വരും. കുര്യാക്കോസിനെ ചോദിക്കുന്നുണ്ട്. ചാറ്റ് കുര്യാക്കോസിനെ ചോദിക്കുന്നുണ്ട്. കുര്യാക്കോസ് സ്റ്റേജിന്റെ ഏതെങ്കിലും വേഗം മന്തി അടിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണതാണ്. കണ്ടു പറഞ്ഞാലേ വരൂ. കണ്ട് കുര്യാക്കോസ് നിന്റെ ക്യാമറ കിട്ടി. നീ മന്തി കട്ടുന്നത് ക്യാമറ കിട്ടി. ചിക്കൻ പീസ് എടുത്ത് വായി കുടുങ്ങിയത് കണ്ടിട്ടുണ്ട്. കുര്യാക്കോസ് ഓടി വന്നോ, പെട്ടെന്ന് വന്നോ മുമ്പിലേക്ക്. അച്ചടി പിച്ചടി ഉണ്ടാവുക. കുര്യാക്കോസ് എന്തോ ചെയ്യുന്നുണ്ടോ അറിയാം. എടാ നീലക്കോയിൽ എത്തിയിട്ടുണ്ടാ. ഇവിടെ നീലക്കോയിലും ടീമും ഇവിടെ ക്യാമറ കവർ ചെയ്യാൻ വേണ്ടി ഫ്രീ കണ്ടന്റ് മൂച്ചാൻ വേണ്ടിട്ട് നമ്മള് നീലക്കോയിൽ അവർക്ക് എത്തിയിട്ടുണ്ട്. അതായത് നീലക്കോയിൽ സ്വന്തമായിട്ട് കണ്ടന്റുകളില്ല. അതുകൊണ്ട് പുറത്ത് എടുക്കുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്ത് ഫ്രീ കണ്ടന്റ് മുമ്പിലാണ് ഒരു മെയിൻ പരിപാടി. എന്തായാലും ഇന്ത്യൻ സിനിമ ഗാലറി ഉണ്ട്. എന്തൊക്കെയായാലും നമ്മള് ക്യാമറ ഇൻ വൺ പ്ലേസ് എന്ന് പറയുന്നുണ്ട്. ഒരു അങ്ങനെ നോക്കണോ? അവിടെ ഇല്ലടാ, ഫുള്ള് കാണിക്കാനുള്ള ഇവിടെ കുറെ പരിപാടികളല്ലേ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റേജ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ
മമ്മൂന്റെ ഒരു പാട്ടല്ല, ആരെ പാട്ട് പാടുന്നത്? ഷമീർ പാട്ടാ. ഷമീറിന്റെ എന്നാ കരോക്കെ വെച്ചാ, കരോക്കെ ഓക്കെ. എടാ ഒരു കരോക്കെ വെച്ചു കൊടുത്ത ഞാൻ എടുക്കാം. പാട്ടുള്ളേ എൽ ക്യാമറ എൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ നോക്കടാക്കില്ല. എന്തിനാണ് എന്നെ ഇപ്പൊ ഇങ്ങനെ തെറി വെപ്പിക്കുന്നത് നീ? നോക്കിയാലോ ട്രൂ സപ്പോർട്ടേഴ്സ് പറയണം സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണം. ഇവര് സൗണ്ട് എല്ലാം ഓക്കെ അല്ല എന്ന് പറയുന്നവര് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആന്ന് പറയണം. ഒരു ഫോൺ വരുന്നോ? വായോ? ഗസ്റ്റ് ഇല്ല, ആർക്കും വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോ ഫുൾ ആള് വരും. അല്ല വേണ്ട അങ്ങോട്ട് ആരും വരണ്ട. നമുക്കുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് പരിപാടി നടത്താം. മുഷറഫിനെ വിളിച്ചാണ്. ഞാൻ കുറെ ആൾക്കാരെ വിളിക്കാൻ വിട്ടു കേട്ടാ. ഞാൻ ഇല്ല സംഭവം പരിപാടി നമ്മൾ സെറ്റാക്കി. സ്റ്റേജ്, ബാൻഡ്, കാവടി, മറ്റേ സ്പീക്കർ, പരിപാടി, സദ്യ എല്ലാം സെറ്റാക്കി. പക്ഷെ ആളെ വിളിക്കാൻ വിട്ടുപോയി. അതാണ് പ്രശ്നം. അതായത് പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്, ആളില്ല, അതാണ് പ്രശ്നം. ഇതാ പാട്ട് പിടിച്ചോ. ഓക്കെ, അപ്പം ഷമീറിന്റെ ഒരു പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ ഓണപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് വടംവലി ഉണ്ടായിരിക്കുന്നതാണ്. ആരും വേദിയിൽ നിന്ന് എണീച്ച് പോകരുത്. ഇതെന്തൊരു ക്യാമറ ഇവരോട് പറഞ്ഞു കൊടുത്താലും വെച്ച് ഇവൻ എന്താ പറയുക സ്ക്രീനിൽ നോക്കിയിട്ട് ഇതാക്കുന്നത്. എടാ നീയില്ലേ, ഞാൻ ഒരു കിട്ടില്ല ഐഡിയ പറഞ്ഞുതരാം. അഖില, ഇതാ നിന്റെ ജീവിതത്തിൽ നീ പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാടാണ് ക്യാമറ ഇങ്ങനെ പഠിക്കുക. എന്നിട്ട് ഇത് നോക്കാം, പാടിക്കോ. കോഴികളും പായാറുകളും ഏഴുലകം കൊണ്ട് മറയും കൊണ്ട് പലരും അടുത്തത് പതിയെ കടലിനു പുറമേ കള്ള കൊണ്ട് മറച്ചത് പലത് ചിലര് മലനാട്ടില് പൊരുതണം മനമത് തകരാതെ പൊരുത് പണത്തിന്റെ മണമെടുക്കുമ്പോൾ അടുക്കുന്ന പണത്തെ ചിറപിടിച്ചടിക്കത്തിടും. അതുകൊണ്ട് നീ കൊടി പിടിച്ചടുക്കുമ്പോൾ കടുകുട്ടിലൊരു പണി പൊതിഞ്ഞെടുക്കും. മത്തായം കൊത്തിച്ചുമല്ലേ നേരാ കണക്കിന് കായ് വരും ചേര ചമനുള്ള കോഴികളും പായാറുകളും ഏഴുലകം ചാറ്റ് വരുന്നത് വെച്ചാൽ എൽ പരിപാടി എന്നാണ് ചാറ്റിൽ വരുന്നത്. എൽ പരിപാടി എൽ സ്ട്രീം എന്നുള്ള വേദിയിലേക്ക് കടന്നു വരുന്നു. ഇനി എൽ സ്ട്രീം ഡബ്ല്യൂലേക്ക് മാറാൻ പോവുകയാണ്. കുര്യാക്കോസിന കള്ളു കുടിക്കാൻ വേണ്ടി കയ്യിലൊരു പെപ്സിയുമായി കുര്യാക്കോസിന മുഴുകുടിയൻ കുര്യാക്കോസിന വേദിയിലേക്ക് വരുന്നു. മെൽവിൻ അമർകൾ ഫുഡെല്ലാം മെൽവിന്റെ ഫുഡ് ഉണ്ടാക്കിയത് മെൽവിനാണ്. മെൽവിൻ ഇപ്പൊ ക്യാമറക്ക് പിന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പറയട്ടെ, സംസാരിക്കുന്നുണ്ടോ? ആശംസ ഇവിടെ വന്ന എല്ലാവർക്കും പേരിൽ ആശംസകൾ. ആരും ഇല്ലല്ലോ, ഇതെന്താ ആകെ വക്കോട്ടേ ശയിക്കുള്ളൂ. ഇവരെ കണ്ടിട്ട് നമ്മള് എന്റെ ഫ്രണ്ട് ഉണ്ട്, അതാണ് നമുക്കൊരു ഓനൊരു ചവിട്ട് കൊടുക്ക. എന്താ വർത്താനം പറഞ്ഞ എൽ പരിപാടി, എൽ സ്ട്രീം ഇത് നടക്കൂല. നമ്മ ഇത്രയും ചെലവിട്ട് ഇത്രയും വലിയ പരിപാടികൾ സെറ്റാക്കിയിട്ട് എൽ സ്ട്രീം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഇന്നലെ ഉച്ച മുതൽ ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് ടീം, മറ്റേ കാവടിന്റെ ബാൻഡിന്റെ ടീം ഇവരെല്ലാം വന്നിട്ട് ഇവിടെ ഇത്രയും വലിയൊരു പരിപാടി സെറ്റാക്കിയിട്ട് നിങ്ങൾ എൽ പരിപാടി ഇട്ടാൽ ശരിയാവൂല. കാര്യം പറയല. അതും ഇരുട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. ഈ 5:30 മുതൽ 6:30 വരെ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. വരുന്നുണ്ട്, നമ്മുടെ ബെച്ചൂസിന്റെ വണ്ടി വരുന്നുണ്ട്. പെൺപിള്ളേരെല്ലാം സെറ്റ് ചെയ്തോ? ഇയാളെ വിളിച്ചീനാ? ഞാൻ ഫിലിപ്പങ്ങളോട് മാത്രം വരാൻ പറഞ്ഞ. നീ അറിയാണ്ടൊക്കെ സർപ്രൈസ് അറിയില്ല.
ശില്പങ്ങൾ എപ്പം വരുമ്പോ പെണ്ണിനെ സെറ്റ് ആക്കി തരുമോ? അങ്ങനെ നമ്മുടെ ഫിലിപ്പങ്ങൾ വേദിയിലേക്ക് കടന്നു വരുന്നു. ഫിലിപ്പങ്ങളെ നമുക്ക് സ്വാഗതപൂർവ്വം അല്ല സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. ആരും അറിയണ്ട, ഞാൻ നെയ്ക്ക് പൊട്ടാ ഗൈസ്, അപ്പം നമ്മളെ ഫിലിപ്പങ്ങളുടെ ഫ്രണ്ട്സും വേദിയിലേക്ക് കടന്നു വരുന്നു. എടാ ഒന്ന് വെൽക്കം ചെയ്യടാ. നിങ്ങൾ എന്താണ്? ഹായ്, സ്വാഗതം സ്വാഗതം. അനാനിക. ബാബാ ഇരിക്കെ, ചേർലിരിക്കോ. ഇതായി ഓഡിയൻസ് ആയി. എടാ ഇങ്ങോട്ടേക്ക്, ഇവിടെ ക്യാമറ ഇങ്ങോട്ടാ. നിങ്ങൾ എന്താണ്? ഗൈസ് കം ഓൺ, ഇരിക്കോ. ഇതാ വരുന്നേ. എടാ അടുത്തതായി നമ്മുടെ ഫിലിപ്പ് അവർകൾ രണ്ടു വാക്ക് സംസാരിക്കാനായി ഫിലിപ്പങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കും. ഇരിക്കൂ ഗസ്റ്റ് ഇരിക്കൂ. എടാ അവർക്ക് മര്യാദക്ക് അസൈനിട്ട് കൊടുക്കണം. ഈ ഷമീറാണെങ്കിൽ ഒരു പുതുങ്ങി. പിന്നെന്തല്ല ഇതെന്താ? എടാ ഈടാ ഇങ്ങോട്ട്. അപ്പൊ കുറച്ച് 5 ആൾക്കാരായി. നമുക്ക് ഗസ്റ്റ് 5 ആൾ. എടാ നിങ്ങൾ ഇരിക്കേ, അനന്ത് ഇരിക്കേ. 6 ആളായി. വക്കീലിരിക്കേ. ഞാൻ നിങ്ങളെ ഷോ കാണാം. ഇരിക്കേ. അപ്പൊ 7 ആളായി. ഓക്കെ. അപ്പൊ അത്യാവശ്യം ഗസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്നാലും പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അല്ല ആരും ഇല്ല, ഓഡിയൻസ് ഇല്ല. ഇങ്ങനെ ആക്കുന്നുണ്ട് ഓഡിയൻസ്. ഞാൻ ആടി ഇരിക്കാൻ. ഗൈസ് ആരും എൽ പരിപാടി എൽ ക്യാമറ ഒന്നും സ്പാം ചെയ്യരുത്. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്തിരി വലിയ പരിപാടി ആക്കിയിട്ട് എല്ലാവരും ഡബ്ല്യൂ ആയിട്ട് പ്രോത്സാഹനം ചെയ്യും. കമാൺ എല്ലാവരും ഡബ്ല്യൂ. സത്യം പറഞ്ഞാൽ ബോറ് പരിപാടി നടത്തണം. നിക്ക്, അങ്ങനെയാണെങ്കിൽ ഇത് ഡബ്ല്യൂയിലേക്ക് നമുക്ക് മാറ്റണം. പിടിക്കണം. അല്ല അങ്ങനെ അല്ലേന്നും പറഞ്ഞേ. പരിപാടി കൊട്ടറ. അങ്ങനെ എല്ലാം പരിപാടി നടത്തി നീ ഒന്നും പോട്ടടാ. ഇങ്ങോട്ട് അടുത്തോട്ടോ കൊട്ടടാ. സ്റ്റേജ് കയറി കൊട്ടുന്ന വായോ. അത് അഖിലെന്താ? അഖിലൊരു എൽ ക്യാമറ. എന്താ പഠിക്കുന്ന ഇവനെ സൂക്ഷിക്കണം. ഇവനെ വളരെ സൂക്ഷിക്കണം. മുട്ടിക്കോ. നമുക്ക് ഇനി പറയൂ. അല്ല ഇനി എനിക്ക് ചാറ്റൊന്ന് കാണണം. ആഹാ ആരാടാ എൽ സ്ട്രീം ഇട്ടത്? ഇടറാ ഡബ്ല്യൂ. എല്ലാം ഡബ്ല്യൂ ഇടറാ. അയ്യോ പോലീസോ? ഡബ്ല്യൂ സ്ട്രീം ആക്കാൻ നോക്കിട്ട് പോലീസ് വന്നോ? നമ്മൾ ഇത്രയും മിനിമലായിട്ട് ചെയ്ത് അത്ര സൗണ്ട് ഉണ്ടോ? അത്ര സൗണ്ട് ഒന്നും ഇല്ല. പെറ്റി കേസാ. മനോഹരമായ ഒരു ഓണപരിപാടിയിലേക്കാണ് ഇവരെല്ലാരും നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വളരെ മനോഹരമായ ഒരു സോങ് പാടാം. ആരെങ്ങനെ നിർബന്ധിച്ചത്? അല്ല ഇവ ഞാൻ ക്ഷണിച്ചതാ. ഒരു കരോക്കെ പാട്ട് പാടാൻ
അല്ല ഞാൻ പറയുന്നത് പാട്ട് പാടുന്നവര് മാത്രം സ്റ്റേജിൽ കയറിയാ പോരാ. അല്ല അല്ല നമുക്ക് ഇരുന്നോടെ. അപ്പൊ റാംബോ പോവാ, ജാസി പോവാ, കൂട്ടത്തിന് ഞാനും. അല്ല, ഞാൻ പറയട്ടെ, പാട്ട് പാടുന്നവര് അവിടെ കയറിയാ മതി. ബാക്കിയുള്ളവർ ഇവിടെ പരിപാടി കാണാൻ ഞാനും ഉണ്ട്. ആ ഒരു മൂന്നോളൂ. നമ്മളെ 3 പേര്. എടാ വേറെ വായിക്കണ്ട. 3 ശില്പങ്ങളും ഒരു പാട്ട്. 10ാം ക്ലാസ്സിലെ ഫിലിപ്പ്. ഫോൺ എടുത്തേ, അതിന് മുകളിൽ അവിടെ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തൊരു ഫോൺ തരുമോ? ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത ഫോൺ ഇടില്ല. ഇവിടെ വേറെ പരിപാടിയാ. കരോക്കെ പിടിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലുമിനായിട്ട് പാടുകയാണ്. അപ്പൊ മുന്നോ സ്റ്റേജിലേക്ക് എല്ലാരും പാട്ട് പാടാൻ ബാക്കി പാടേ. നല്ലൊരു കൈയടി. മമ്മൂന്റെ വളരെ നല്ലൊരു ഗാനമാണ് ഇപ്പൊ കേട്ടത് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്. നമുക്ക് ആരൊക്കെയാണത്? കഴിവുള്ളവരുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറി വരാം. കഴിവുള്ളവരുണ്ടോ? വരൂ. കഴിവ് കാണിച്ചാൽ സമ്മാനങ്ങൾ കിട്ടും. കമാൺ. നിങ്ങൾക്ക് കഴിവുണ്ടോ? പാട്ടോടോ? റാംബോ എന്തെങ്കിലും റാംബോക്കുള്ള സ്ഥലമില്ലല്ലോ. ഓക്കെ, എല്ലാം കഴിവാ. റാംബോക്കും കഴിവാ. ആണോ? ലാസ്റ്റോ? ഓക്കെ. ആരെങ്കിലും പാട്ട്, ഡാൻസ്, എനിത്തിങ്? ഷെയ്ക്ക് പാട്ട് പാടുമോ? മോണിക്ക ഡാൻസ്. ഷെയ്ക്കിന്റെ ഇനി അടുത്ത ഞാൻ ഷമീറോ. ഇതെന്താ ഷമീറ? പെർഫോം ചെയ്ത് നമുക്ക് കഴിവില്ല. നീ അതെ എനിക്ക് ഒരു കഴിവില്ല. അവിടെ പരിക്ക്. എന്നാ പിന്നെ നിന്റെ പാട്ട് കഴിഞ്ഞു മാറ. അപ്പൊ ഞാൻ അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കാനായി കുര്യാക്കോസ് അവർകളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നല്ല കഴിയും. അനനിക സ്റ്റേഡിയത്തിലപ്പോ രണ്ടു വാക്ക് ആശംസ അറിയിക്കും. ഓണത്തിന്റെ ആശംസ പഠിച്ചതല്ലേ കേരള ബാനറിൽ ഫോട്ടോ അടിക്കാനുള്ള ഓണത്തിന് ഓണമായിട്ട് ബന്ധപ്പെട്ട് കുര്യാക്കോസ് ആദ്യമായി കുര്യാക്കോസ് ഇതൊരു പാട്ട് പാടിയിട്ടില്ല. ഇതൊരു ലൈവിൽ പാട്ട് പാടില്ല. ആദ്യമായി കുര്യാക്കോസ് ഓണം പ്രമാണിച്ച് ഒരു പാട്ട് പാടുന്നതാണ്. ഓക്കെ,
നല്ലൊരു ഗൈഡ്, നല്ലൊരു അത്രയും പാടി, അത്രയും പാടി, നല്ലൊരു ഗൈഡ്. കളിക്കണോ? ഓക്കെ, അപ്പൊ നമുക്ക് സദ്യയിലേക്ക് കിടക്കണോ? ഇപ്പോൾ കിടക്കണം അല്ല, കുറച്ചൊക്കെ ഗെയിംസിലേക്ക് കിടക്കല്ലേ, വടംവലിയിലേക്ക് കിടക്കാലോ. എന്ന് പറയുന്നു പാട്ടുണ്ടോ? മോണിക്കാന്റെ ഡാൻസ് ഉണ്ട്. അടുത്തതായി ഫിലിപ്പങ്ങൾ ഏതാ പാട്ട്? ആ, ഒരു നാടൻ പാട്ട് ബൈ ഫിലിപ്പ് അങ്കിൾ. ഡാൻസ് കളിക്കാൻ ആരും വരില്ല, സ്വന്തമായിട്ട് പാടും, കളിപ്പോ. ക്യാമറമാൻ എന്ത് ചെയ്യും? ആ, എല്ലാം കിട്ടുന്നുണ്ടോ? എന്റെ ചാറ്റ് എവിടെ? ക്യാമറയിൽ നോക്കിയാ, സൗണ്ടിൽ നോക്കിയാ, ചാറ്റ് എവിടെ? അല്ല, അനക്ക് എന്താ ഇങ്ങോട്ടൊരു ചായ്വ്? എന്ത് ചായ്വ്? ഇവിടെ എന്താ ഒരു ചായ്വ്? വെറുതെ എന്തല്ലോ ഇതാക്കല്ല. അങ്ങോട്ട് പേരെന്താ? പേര് അനന്യ. അനന്യ. അനന്യക്ക് ചാറ്റ് എല്ലാം ഓക്കെ അല്ല, സൗണ്ടിൽ ഓക്കെ അല്ല. ഹലോ മാഡ്രിഡ്. ഓ, കുര്യാക്കോസ് ഹലോ മാഡ്രിഡ് പറഞ്ഞിട്ട് എല്ലാരും ഇന്നാടെ നടക്കുവോ? ഓക്കെ. പോയി പാട്ടില്ലേ? മൈക്കിലെ കഴിവില്ലാത്തവരെ മക്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആരുടെ കല്ലുകളും പൂച്ചെണ്ടുകളും മാറി എറിയരുത്. ഒരു സൂര്യദേവൻ ഒന്നായൊന്നിന്റെ കുംഭമോചം അവരാതെ എപ്പം തീരും? ഞാൻ ജസ്റ്റ് അവർക്ക് കമ്പനി വേണം. എല്ലാവരും അവര് പറഞ്ഞ കമ്പനി വേണം. നിങ്ങൾ പറഞ്ഞോ? ശരി, കമ്പനി വേണോ? ഈ പാളിപ്പോയി, നല്ലൊരു കോമഡി വർത്തല്ല. എല്ലാവരും മൂന്ന് അടുത്തതായി ഇവിടെ സ്വന്തക്കിട്ട് പാടാൻ വേണ്ടി നമ്മളെ മുന്നിലെ ശരിക്കാണ്. രണ്ടു വാക്ക് സംസാരിക്കാനായി മുനോവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ല, രണ്ടു വാക്ക് സംസാരിക്കും, എല്ലാരും സംസാരിക്കുന്നുണ്ട്. രണ്ടു വാക്ക് ഇവനെ പരിചയമില്ലേ? മുനുവിനെ പരിചയമില്ല? ഷമീറിനെ പരിചയമുണ്ടോ? ഷമീറിനെ അറിയോ? ഇല്ല. ഇവനെ അറിയോ? ഇവനെ അറിയില്ലല്ലോ. കരോക്കെ അല്ലേ? വേണ്ട, കുഴപ്പമില്ല, പാട് ഇല്ലടാ. നല്ല ഫിലിപ്പിനെ അറിയില്ലേ? നിങ്ങൾ ഇരുന്ന് വെറുപ്പിക്കാറൊന്ന് പോ, കുറച്ച് സമാധാനം തരാം. സൗണ്ട് വരാത്ത കുറെ എണ്ണം വന്നിട്ട് ഒന്നാം നമ്പർ
മറുപടി നീ തോൽക്കുറക്കി സോനാ സോനാരേ ഒന്നാം നമ്പർ അടിമുടി വട്ടി മഴയ്ക്കിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ മഴകടി അടിപൊളിയിൽ ഒന്നാം എടാ ഒരു പ്രശ്നം ഒരു പ്രശ്നമുണ്ട്. പരിപാടികള് എടാ ഇരുട്ട് തുടങ്ങി പ്രശ്നമുണ്ട്. സൗണ്ട് ക്ലിയർ അല്ല. അല്ല പാട്ട് മതിയാക്കണം. നോക്ക് ഫോൺ ആവശ്യമുണ്ട്. ആർക്ക്? അനാനിക്കൊക്കെ ചൂടായല്ല ഫോൺ ആവശ്യമുണ്ട് നോക്ക്. അല്ല ഞാൻ ഫോൺ ആവശ്യം ഇങ്ങനല്ലോ കാര്യം പറഞ്ഞല്ലേ ഫോൺ ആവശ്യമുണ്ട്. ഫോൺ നീ നിന്റെ ഫോൺ കൊടുക്കണ്ടേ? അല്ല നിങ്ങൾ ആർക്കെങ്കിലും ഇവരെ നേരത്തെ അറിയോ? ഇല്ല. അല്ല അങ്ങനെയല്ല. ലൈവിലോ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആ ദയവ് ചെയ്ത് നീ കണ്ടിട്ടില്ലല്ലോ. അനാനിക കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ. ഇനി എടാ ഒരു പ്രശ്നമുണ്ട്. മൈക്കില് വരുന്ന സൗണ്ട് നമ്മളെ ലൈവിലേക്ക് എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റേജ് പരിപാടി നിർത്തി നേരെ ഗെയിംസിലേക്ക് പോവാം. അല്ല ആർക്കെങ്കിലും രണ്ടു പേർക്ക് സംസാരിക്കാനുണ്ടോ? അനാനിക വരൂ. അല്ല കുഴപ്പമില്ല. അനാനിക നല്ലൊരു ആശംസ മാസിക്ക് എങ്ങനെയുണ്ട്? കോഴിയാ മോഡലാണ്. അപ്കമിങ് ആക്ടറാണ്. ഒരുപാട് നിരവധി ബ്രാൻഡുകൾക്ക് റൺവേയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പൊ മാറിയ എല്ലാരും മാറിയ എല്ലാരും പോയാ റാംബോ അച്ഛനൊന്ന് വിളിച്ചു. മൈക്ക് കൊടുക്കും. നിന്റെ ഫോണാണ്. റാംബോക്ക് ഇവിടെ ചെയ്താൽ മതി. അത് നല്ലൊരു സോങ് ഇട്ട് കൊടുക്കോ? ട്രഡീഷണൽ സോങ് കിട്ടോ? പെട്ടെന്ന് സോങ് ഇട്ട് കൊടുക്കും. ഏതാ പാട്ട്? റാംബോക്കിന് പറ്റിയ ഏത് പാട്ട്? റാംബോക്കിന് പറ്റിയ ഏത് പാട്ടും മുന്നിൽ പോയാട്ടോ കളവാ ചേച്ചി കയറി വന്നിന്. ഒന്ന് മാറും അമ്മ പോട്ടെ. മാറും സ്ഥലം കൊടുത്ത സ്ഥലം ഷെയ്ക്കിനുള്ള പുറത്താക്ക്. ഹലോ എവിടെ ഞാൻ ഇറങ്ങണ്ട. ഞാൻ വേണ്ടേ അനാനിക? ഞാൻ വേണ്ടേ? അല്ല ഞാൻ ഇവിടെ വെക്കണ്ടേ? വേണ്ടേ? അനാനികയ്ക്ക് വേണ്ടി നല്ലൊരു കൈ അടിച്ചാലും ഇവിടെ എന്താ നടക്കുന്നു? നമ്മള് ലൈവില് മാറിയോ? ഓക്കെ എന്തായാലും നമുക്ക് ഷോ എൻജോയ് ചെയ്യാം. മാറും ഓക്കെ റെഡി. മുമ്പ് കാണില്ല. ഫാഷൻ ഷോ കാണട്ടെ. ആ റെഡി. ഫിലിപ്പങ്ങൾ പ്രോത്സാഹനം കൊടുക്കോ? സപ്പോർട്ട് കൊടുക്കോ? ഞാൻ തരാം. വേഗം പാട്ട്. അനാനിക്ക് ബോറടിക്കുന്നു. നിങ്ങൾ നമ്മക്കെയോ വീണല്ലേ? എന്താണ് ഇത് കൂടെ റാമ്പോ ഇത് കൂടെ ഇറങ്ങി പോവാ.
അതെ. റാംബോ നടക്കുന്ന നമ്മള് ലൈവില് മാറിയ ഇതെന്താ? ഇല്ല നമ്മള് രണ്ടുപേരുണ്ട്. കുറച്ച് കൂട്ടിക്കോ. കുറച്ചും കൂടി. ഇരുട്ടാവാൻ തുടങ്ങി. അടുത്ത എല്ലാം ഒന്നുണ്ട്, പരിപാടി എല്ലാം ഒന്നുണ്ട്. വേഗം നോക്ക്. കഴിഞ്ഞോ? ആ അത് സമയമില്ല. എടാ മുത്തേ ഒന്ന് പോസേ. എടാ ഇരുട്ടാവാൻ തുടങ്ങി. പിന്നെ ലൈവ് ലൈവ് ഇരുട്ട്. ഷമീർ ഇന്ന് മൊത്തം അല്ലല്ലാ. മൊത്തത്തിലല്ല. അയ്യേ അളി പെണ്ണുകളെ നോക്കി ചിരിക്കുന്ന അതിനാ. എന്തൊരു അളിയലാണ് ഷമീറ. ഒരു മെരിക്കാരും ചെയ്തോടാ നിനക്ക്. പെണ്ണ് കൂടെ വരാൻ വേണ്ടിട്ട് ആ ഗെയിംസ് ബാബാ വടംവലി അല്ല കാവടിയായിട്ടുണ്ട്. ലൈറ്റ് പോയി കഴിഞ്ഞാൽ കാവടിയായിട്ട് നമുക്ക് കാവടിയായിട്ടില്ല. മ്യൂസിക് അടി ഇത് കിടിലം പരിപാടിയാണ്. ബാബാ ഒന്ന് ജോയിൻ ചെയ്യാം. എല്ലാരും വാ. വക്കീല വീട്ടിൽ വെച്ചോ. ബാഗ് ഞാൻ വേണേ പിടിക്കാം. എല്ലാം ഒന്ന് ചോദിക്കും. ഞാൻ പിടിക്കാം. കുറച്ചങ്ങോട്ട് വീടിന് മുന്നിൽ. ആ വീട് ഡാടാ മൈക്കൊന്നും ആവശ്യമില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ധ്രുവം കലാസമിതിയുടെ അത്യുജ്വലമായ കാവടിയാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. എവിടെ നിങ്ങള് ഇത് പറഞ്ഞോടാ, വേണമെങ്കിൽ പറഞ്ഞോടാ മുത്ത ഇല്ലേ? എവിടെ ആ ആലപ്പുഴ ധ്രുവല്ലേ? ധ്രുവം കലാസമിതിയുടെ അത്യുജ്വലമായ കാവടിയാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. മ്യൂസിക് വ്ളോഗ് എടുക്കണം. നല്ല വ്ളോഗ് എടുക്കണം. ആരൊക്കെ ഒരാള് ക്യാമറ എടുത്തോ. അതാരാ പിള്ളാരാ? സൗണ്ട് ഈ പാട്ടാണോ? ഈ പാട്ടെന്നാണോ? ആ ഈ പാട്ടോ. എല്ലാരും ഡബ്ല്യൂടാ. എല്ലാരും ഡബ്ല്യൂടാ. ഇതെന്താ ഇത് കളാ വേണ്ട. കണ്ണൊന്നും കാണുന്നില്ല. ഇതെന്താ സാധനം? കണ്ണ് ഇതെന്താ ഇത്? കൊളായി പരിപാടി കൊളായി. കണ്ണ് കാണുന്നില്ല. ഇതാരെ കളറടിച്ചത്? എനിക്കറിയില്ല. ഇതെന്താ ഇത്? ഉജാലയോ? പേപ്പർ കഴിഞ്ഞോ?
പരിപാടി കൊളാതായിട്ട് അറിയിക്കുന്നു. എന്തോ നീല പൊടിയെല്ലാം വേണം മേത്തേക്ക്. ഇതെന്തോ സാധനം. അത് നോക്കണ്ട, നമുക്ക് പൊളിക്കാം. ഇതെന്താ? ആനാന്ന് പറയുമ്പോ ക്യാമറ സാരി മൂട് ഏതോ മൂട് ഒലക്ക മൂട്. നല്ല മൂട് എടാ എന്റെ മുഖത്തേക്ക് കാറ്റടിക്കോ? എന്റെ മുഖത്ത് കാറ്റടിക്കോ? കാറ്റ് മുഖം വൃത്തിയാക്കണേ. കാറ്റടിച്ചോ? ഒന്ന് കാറ്റടിച്ചേ. എടാ അമ്മോ ഓവറാക്കലടാ. മമ്മൂടിന്റെ തലക്ക് കൊട്ടു കൊടുത്തേ. വാ ഇനി സദ്യയിലേക്ക് കിടക്കാം. ദേശമായിട്ട് ഞണ്ണ ഗെയിംസ് അല്ലേ. അച്ഛൻ നമ്മുടെ സ്വന്തം അച്ഛൻ. വേണ്ട വരട്ടെ സംസാരിക്കാനുണ്ട്. പിടി സെറ്റല്ല. എടാ വായ മൊത്തം മറ്റേ സാധനമായടാ പൊടി. ഇതാ നമ്മുടെ അച്ഛൻ വേദിയിലേക്ക്. എടാ ഓവറാക്കരുത്. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ കൈകളെ ഉപയോഗിക്കുന്നു. ഹലോ, ഹാപ്പിയാണോ? ചേച്ചി എന്തല്ല സുഖല്ല? വരൂ. സോങ് ഇട്ട സംസാരിക്കുന്ന കേൾക്കൂല. സോങ് ഇവൻ പറയുന്നൊന്നും കേൾക്കണ്ട. ഇതൊരു ഭ്രാന്തനാ. ഇവരെ ഒഴിവാക്കിയ ഇത് ഈ മൈക്കിലൊന്നും മാറ്റി വെച്ച. അച്ഛാ ഇതെങ്ങനെ പോകുന്നു കാര്യങ്ങളോ? സുഖമായിട്ടിരിക്കുന്നോ? വിക്കിനെ വിളിച്ചിട്ട് വിക്കി വന്നില്ല. മാക്കും ഗേൾഫ്രണ്ടിനെയും കൊണ്ട് പടത്തിന് കയറി. ആകെ അച്ചായ മാത്രമേ നമ്മൾ വിളിച്ചിട്ട് ഗസ്റ്റ് വന്നില്ല. പിന്നെ നമ്മളെ ഫിലിപ്പങ്ങളുടെ 3 ഫ്രണ്ട്സും ഉണ്ട്. അച്ചായ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഗെയിംസിലേക്ക് കടക്കാം. അച്ഛാ ഇത് ലേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റില്ല. അപ്പം പരിപാടികളിലേക്ക് കടക്കണം. സദ്യ ഇത് കഴിഞ്ഞിട്ട് സദ്യ അടിക്കാൻ ഓടി വന്നിന്. ചങ്ങായി വയറും വാടകയൊക്കെ എടുത്തിട്ട് വന്നിന് തിന്നാനായിട്ട്. ഞാൻ പഴയപോലെ കഴിപ്പൊക്കെ കുറച്ചു. അപ്പൊ പഴയപോലെ സംസാരിക്കാൻ പറ്റില്ലാന്നുണ്ടോ അച്ഛാ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് മെച്ചൂർഡ് ആയോന്ന് എനിക്കൊരു ഡൗട്ട്. ഹായ് ഗൈസ്, ഹാപ്പി എനിവേസ് ഗൈസ് നമുക്ക് വടംവലിയിലേക്ക് കടക്കാം. കസേര കളിയോ? കസേര കളി കളിക്കുന്നോ? വാ കസേര കളി കളിക്കാം. ഇവരെ ജോയിൻ ചെയ്യുന്ന പറയുന്നത് നമ്മളെ ഫിലിപ്പങ്ങളുടെ എന്താ ഇതിന്റെ പേര്? അനാനിക കസേര കളിയിൽ ജോയിൻ ചെയ്യുന്നെന്ന് പറയുന്നു. അപ്പം കസേര എടുത്ത് നമുക്ക് റൗണ്ടിൽ നോക്കാം. എവിടെ വെക്കണ്ടേ? ആദ്യം കസേര കളിയാണോ? സ്റ്റേജിലോ? വീഴൂലേ? ഉറപ്പാ? വീഴോ? ഇവനാന്ന് ഇത് അടിച്ചാൽ അതെ ഡേഞ്ചറാ. ഇങ്ങോട്ട് വെള്ളെല്ലാലോ ആക്കിയത്. അവിടെ കാവടി സൈഡ് ആയിക്കോ. ഇവിടെ പരിപാടികൾ ബാക്കി വരും. എന്നാ ഒരു ഇങ്ങോട്ടേക്ക് വെച്ചോ ഒരു ഭാഗത്ത്. അല്ല ഇവിടെ സദ്യ ഇട്ടുണ്ടോ? കുഴപ്പമില്ല വാ പരിപാടി ആട്ടെ. കുറച്ച് വെള്ളം നോട്ടെ. അച്ചായ ഇങ്ങനെന്താ ലേറ്റ് ആയത്? എന്റെ ഒറിജിനൽ കൊട്ട് നിൽക്കണോ? ലേറ്റ് പോവും. പിന്നെ ലൈവ് ചെയ്യാൻ പറ്റില്ല. ലേറ്റ് പോവും. എടുത്തിട്ട് വേണം. ഒന്ന് എടുത്തിട്ടോ. ഇവിടെ ടീമാ. ഞാനും അനാനിക്കും ഒരു ടീമായിട്ടത്. ടീമായിട്ടാ? നീ ഒരു നാണം കെട്ടവരായി പോയാ. പെണ്ണുങ്ങളെ കാണുമ്പോഴേക്ക് നീ മൊത്തം മാറുവരാ. എന്ത് നീ ഇത്ര സമയം എന്റെ ടീമായിരുന്നില്ലടാ നീ? ഞാൻ നിന്റെ ടീം തന്നെ.
എൽഫ്രണ്ട് ബ്രോ, എൽഫ്രണ്ട്. നീ എല്ലാം പിടിക്കല്ല, എന്തൊരു ഗെയാണ്. എന്ത് പിന്നെ അങ്ങനെ പറയും മറ്റടുത്ത പരിപാടി നമുക്ക് ഇന്റർലോക്കിൽ വെക്കണം. മ്യൂസിക് കേൾക്കും. ഇല്ല ഓക്കെ അത് അവിടെ ഉണ്ടാവും. ഇതല്ല ഞാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊറേ സമയം കുഴപ്പമില്ല. ഇല്ല വീഴൊന്നുമില്ല. ഏതാ അങ്ങനെ എത്ര ആളാ കളിക്കുന്നത്? ആരൊക്കെയാ വരുന്നവരെല്ലാം ജോയിൻ ചെയ്യും. പുറത്തേക്ക് കിടക്കുന്നത് അച്ഛൻ വീഴും വെറുതെ റിസ്ക് എടുക്കണം. വീഴും വാ ആദിലും അമ്മു നിങ്ങളെല്ലാം വാ. ആനാനിക വാ കമാൺ അനൗൺസ്മെന്റ് ചെയ്യാം. കാസേര കിട്ടിയില്ലെന്ന് പറയുന്നത്. ചാറ്റിലെന്താ ഫുൾ മ്യൂട്ടാ? അല്ലല്ലോ നോക്കാൻ ചെക്ക് ചെയ്യാം. എടാ എന്റെ ഫോണ് മൈക്ക് മ്യൂട്ടാന്ന് പറയുന്നാരല്ലോ. ഇരിക്കേ ഗൈസ്, നിങ്ങൾ ഇരിക്കേ. എടാ എന്റെ ഫോൺ എന്ത് അല്ല ചാറ്റ് നോക്കാം. എടാ നീ റിയാക്ഷൻസ് ഒന്നും ആരോ ഉന്തിട്ടാ. എടാ എന്റെ ഫോണ് കാണുന്നില്ലടോ. മംഗലത്തിൽ വന്നതാ. മംഗലത്തിൽ ചോറ് വയ്ക്കാൻ വന്നല്ല, മര്യാദക്കിരിക്കേ. ഷമീറിന്റെ അപരാധെല്ലാം തുറന്നു വെച്ചിന്. അതുകൂടെ കാണിക്കാന്നെങ്കിൽ ഓ അത് കാണിക്കരുത്. സൗണ്ട് ഓക്കെ സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ തുടങ്ങാം. ഒരാൾ ഇരിക്കേ, എല്ലാരും ഇരിക്കേ അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. താല്പര്യം മാത്രം ഗെയിമിൽ ജോയിൻ ചെയ്തോ, ആരും നിർബന്ധിക്കൂല. എന്നാ നീ ഇവിടെ ഇരിക്കും, മാറൻ. നീ അപ്പുറത്തോ ഈ മുതുക്കൻ ഇവിടെ വന്ന് മോളോട് ഇരിക്കും. ഒരാള് ഞാൻ ഇല്ല അപ്പൊ ഇരിക്കടാ. ഞാൻ പറയട്ടെ, ഒരാൾ എക്സ്ട്രാ വേണം. അപ്പൊ എനിക്ക് രണ്ടാളാണ്, ഞാനും ഒരാളും കൂടി വേണം. നിങ്ങൾ ചെറുതായിരുന്നു, ചെറിയ വക്കീല് ചെറുതല്ല, 40-40 വയസ്സുണ്ട്. എന്നാലും ഓക്കെ ആയി. എന്നാ പിന്നെ ഇല്ല കുഴപ്പമില്ല, അത് 3 ആള് എക്സ്ട്രാ ആയ കുഴപ്പമില്ല. അല്ല ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ തുടങ്ങാം. ഞാനും ഉണ്ട് പിടിച്ചേ ഒന്ന് ചാറ്റ് നോക്കാം. ഈ കൊച്ചിനെ എല്ലാരും റൗണ്ടിലേക്ക് മ്യൂസിക് ഇങ്ങോട്ടേക്ക് മ്യൂസിക്. ലൈവിൽ കേൾക്കൂല മൈക്ക്. ഓടറാ ഇത് ഭയങ്കര സ്ലോ ആണ്. ഇതെന്താ കളിക്കുന്നേ? ആരൗട്ട് മുന്നോട്ട് ഫിലിപ്പങ്ങളും മുന്നോട്ടായി. ഔട്ടായവര് പോ. അടുത്ത റൗണ്ട്. എടാ മാറിക്കട കളവ. ഓടാനുള്ള സ്റ്റാമിന ഇല്ല. അല്ലെങ്കിൽ ആരോടുണ്ടോ? റൗണ്ട് ഷമീർ ഫോളാണ്. ക്യാമറമാൻ ആംഗിളുണ്ടോ? എടാ ഓട്.
അഖിൽ ഔട്ട്. ഒരു കസേര ഔട്ട്. ഒന്ന് എടാ മുനു, നിന്റെ OCD ഇവിടെ നടക്കില്ല. പരിപാടി ഞാൻ തീർക്കണം. പെട്ടെന്നോട്. ഇല്ല, ആയില്ല. ഓട്. എടാ ഓടറാ. എടാ ഓടറാ. അടി ഇതില്ല, ഇത് ഈ പരിപാടി ഇല്ല, ഓടുന്നില്ല. മ്യൂസിക് പോസ് ചെയ്യണ്ട. ഇല്ല, ഇത് ഫേക്കാ. ഇത് കളിയില്ല. ഫൗളാ. ആരും ഓടുന്നില്ല. മ്യൂസിക് പോസ് ചെയ്യണ്ട കേട്ടോ. മ്യൂസിക് വിട്. ഓട്. ഓടെല്ലാരും. എടാ ആരാ ഓടേണ്ടത്? വാ. അതിൽ പാസ്സായി. അയ്യോ ഓവർ ഇവളെ ആദ്യം ഇരുന്നടാ. ഇവളെ അടിയിലേക്ക് ഒരു നിന്റെ അതൊന്ന് അഖില് ക്യാമറ കിട്ടിയില്ലല്ലോ. ചെറ്റത്തരാട്ടോ പെട്ടെന്ന് ലൈറ്റ് പോന്ന് പറയടേ. വാ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് അല്ല. വടാറി. അങ്ങനെ നാക്കരുത്, ഇരിക്കരുത്. എന്താ ഇത്? നല്ലൊരു കൈ എടുക്കാം. സ്റ്റാർട്ട്. മോളെ പെട്ടെന്ന് ഓടിക്കോ. ആരാ ഔട്ടാ? ട്വിൻസിൽ ഒരാളൗട്ട്. പെട്ടെന്ന് മ്യൂസിക്. ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കാനും പറ്റില്ല. ഞാൻ ഓടോ. ഇതാ എന്റെ മുന്നിലൊരാളുണ്ട്. എടി ഇതിലും സ്പീഡിൽ ഓടിയാ കേസാവും. പെട്ടെന്ന് ആവട്ടെ. എനിക്ക് കളിക്കണ വലിയ രസമില്ല. പെട്ടെന്ന് ഇത് ആദ്യം ജയിക്കുന്ന നിനക്ക് വന്ന് ഒരു ആംഗിൾ ആകില്ലേ? അതിന്റെ മുകളിൽ കാണാൻ പറ്റുമോ? കസേരന്റെ മുകളിൽ കാണാൻ പറ്റുമോ? ആരാ ട്വിൻ നമ്പർ 2 ഔട്ട്. പെട്ടെന്ന് ഓടിക്കോ. ഷെയ്ക്കിന്റെ ഫ്രണ്ടും വിടാണ്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അവര് ഭയങ്കര വാശി. ടീം ഷെയ്ക്ക് വേഴ്സസ് ടീം MRC. മമ്മൂന്റെ ആനക്കുണ്ടി കാരണം ഇത് പൊട്ടി. കസേര പൊട്ടി. അടുത്ത ഒരു കസേര മേടിച്ചു കൊടുക്കണം. നേരത്തെ കസേര മേടിച്ചു കൊടുക്കണം. ഓടിക്കോ. ആര് ജയിക്കും? ടീം MRC വേഴ്സസ് ടീം ഷെയ്ക്ക്. ആരാ
വാ 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 നെക്സ്റ്റ് ഉണ്ട് ഇനി ആരല്ല ഷെയ്ക്കും ആദിലും ഷമീറും വാ റെഡി ആംഗിൾ ഉണ്ടല്ലേ ഇതെന്താ ഉണ്ടല്ലേ ഓടെ അയ്യേ ആദിൽ പോരാട്ടം ഇനി ആരും ജയിച്ചാൽ ഷമീർ വേഴ്സസ് ആദിൽ ആര് ജയിക്കും ഈ വിജയം നീ ആർക്ക് സമർപ്പിക്കും? ജയിച്ചാലോ വേഗം മെല്ലട്ടാ മതി തലയിറങ്ങുന്നേ അതൊന്നും മാത്രല്ല അതിലെ വിടരുത് അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെ കളിക്കുന്ന കളി ഞാൻ വെറുതെ കളിച്ചു നോക്കിയാ ഇതെല്ലാം പെണ്ണുങ്ങളെ കളിക്കുന്ന കളിയാ ഞാൻ വെറുതെ ഒന്ന് കളിച്ചു നോക്കിയാ കളി തുടങ്ങുന്ന മുമ്പ് ആദ്യം പറഞ്ഞ ഇതെല്ലാം പെണ്ണുങ്ങളെ ശരിക്കും ഇത് പെണ്ണുങ്ങളുടെ കളിയാണ്. കണ്ട അത്രേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ പിടിക്കും അടുത്ത കളി. അങ്ങനെയാണ് സദ്യയിലേക്ക് കടന്നാലോ എന്താ പറയുന്നത്? നല്ല കാര്യം. നല്ല വേഷായിട്ട് ചണ്ണ അല്ല ഇത് മറ്റേ ഇത് അയ്യോ കല്യാണ കളി അതിനും വടംവലി ബാബാ പെട്ടെന്നാട്ടെ ലേറ്റ് പോ ഒന്ന് പോയാ അച്ഛാ നമ്മളെ ടീമാണ് MRC ഗ്യാങ്ങും കുമ്മായം നീ കുമ്മായിക്കല്ലേ ബായോട്ട് നമ്മൾ ചെയ്തോ നല്ല മുടക്കന്മാരാണല്ലോ വരിക്കാൻ പറ്റിയ മുടുക്കന്മാര് നീര് അനുപോയാ കാണാനില്ല പെട്ടെന്നാട്ടെ ഇതെല്ലാം ഞാൻ ചെയ്യണോടാ അതാ പ്രശ്നം ഈ മണ്ടന്മാരിതൊന്നും ചെയ്യൂല ഇങ്ങോട്ട് ഞാടാ ഇതെന്താ മൈദപ്പൊടിയല്ലോ ഇവിടെ ഒരു വര വരച്ചിട്ട് നമുക്ക് ഇതാക്കിയാൽ മതി ഇതെന്താ മൈദപ്പൊടിയല്ലോ ആ ഇതാണ് വര പൊട്ടിക്കാൻ മാത്രമല്ല കുഴപ്പമില്ല നിക്ക് മാറ് ഇതാണ് വര മനസ്സിലാ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്തോ കഴിപ്പല്ലോ മധുരല്ലേ ഒരു വര പോരെ കിട്ടോ ബാക്കി പൊറോട്ടക്ക് വേക്കാം ഒരു വരക്ക് കളിക്കാം നമുക്ക് മതി ഈ വര മതി ഒരു വരക്ക് കളിക്കാം സാറെടുക്കാം വിളിക്കാം റിബൺ ഉണ്ട് റിബൺ കൂടുതലുണ്ട് കുഴപ്പമില്ല ആ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഈ നടുക്കുള്ള റിബൺ ഇവിടെ വെച്ചാൽ മതി ടീം എങ്ങനെയാണ് ടീം ഞാനും ആരെ രണ്ടാൾ ടീം വിളിക്കാം നമുക്ക് രണ്ടാൾ ടീം വിളിക്കാം ഓക്കെ നീ ആദ്യം വിളി നിനക്ക് ആരോ ആണോ അച്ഛൻ ഞാൻ വിളിച്ചു ശരത്ത് റാംബോ വാമുത്ത അങ്ങോട്ട് നിങ്ങളുടെ ടീം അങ്ങോട്ട് പോ വിളി ഗേൾസ് കളിക്കുന്നുണ്ടോ ഇല്ലല്ലോ അനുവില്ല നീ വിളിക്കും വേറെ അടുത്ത ആള് വിളിച്ചോ നീയാ വിളിക്കുന്ന ഞാനാ കുര്യാക്കോസ് എന്തിനെ എടാ കുര്യാക്കോസിന്റെ പവർ നിനക്ക് അറിയാറുണ്ടോ ഭയങ്കര ശക്തിയാ മെൽവിൻ എന്ത് വിചാരിച്ച് മുനു എന്ന് പറഞ്ഞ കളവനല്ല നീ വിളിക്കുന്നത് ഓക്കെ അനന്തു എല്ലാം സ്ട്രോങ് നീ വിളിക്കണ്ടേ നീ വിളിച്ചില്ല ഗെയിം വിളി വക്കീല് വാ ഒരു പാവം ഇവിടെ നെഞ്ചും പിരിച്ച് കുറെ സമയം നിൽക്കുന്നുണ്ട് ആരും എടുക്കുന്നില്ല. എടാ നിങ്ങളുടെ ടീം അങ്ങോട്ട് പോവാ നോക്കട്ടെ. മാമു
ഇനിയിപ്പോ ആദിലെന്തിന് ആർക്കും വേണ്ടത്ര രണ്ടാളുള്ളത് ആർക്കും വേണ്ട എടുക്കട്ടെ. ഓക്കെ, ഒരു 1 2 3 4 5 6 7 നിങ്ങൾ 7 പേരുണ്ടോ? 1 2 3 4 5 6 7. പവറുള്ള ആള് ബാക്കിപ്പോ വലിച്ച ബാക്കിലേക്ക് ആക്ക്. പാട്ട് ഞാൻ ഫ്രണ്ടില്. ആടിലെ പാട്ട് കൊടിയേറെ പൂരമായി. അല്ല അത് കുഴപ്പമില്ല, ഇങ്ങനെ വലിക്കാം. പാട്ട് ആരാ പാട്ട് വെക്കുന്ന ആള്? ആടിലെ പാട്ട് വെക്ക. ആടിലെ ആടടാ പാട്ട്. നിക്ക, എല്ലാരും നിക്കാലോ. അങ്ങോട്ട് പോ. എടാ ഇവിടെ നിക്കാം. എല്ലാ സ്ഥലം ഷമീറ ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ ആയില്ല. ടീം മെമ്പേഴ്സിനെ കാണിക്കേ. ഒരു ഫാൻ ബോ ഇങ്ങോട്ടേക്ക് വാ. എല്ലാരും പോയിട്ട് വാടാ. ഞാൻ എടുക്കട്ടെ. വാ. എടാ പവർ കാണിച്ചോ. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, പരിപാടി ആരംഭിക്കാം. ഒന്നുകൂടി അനു. നീ അനുതലം വിളിക്കാൻ തുടങ്ങിയോളാ? എന്താ നിൽക്കുന്ന ആണല്ലോ നായിന്റെ മോനെ. എന്റെ മോന്ത നോക്ക് നീ. ആ ഓക്കെ. ഓസിഡി ഇങ്ങോട്ടോ? കുഴപ്പമില്ല, ഇങ്ങോട്ടോ. റെഡിയാ? റെഡിയായോ? ആരും സ്റ്റാർട്ട് ചെയ്യണോ? അനു റഫറിയാക്കോ? നിൽക്കേ. റഫറിയാണ്. ക്യാമറ മര്യാദ. നീ സ്റ്റാർട്ട് പറഞ്ഞോ. റെഡി. സ്റ്റാർട്ട് നീ പറഞ്ഞു. ഇങ്ങനെ ആയിക്കോ. ഇതൊന്നും കൂടി കളിക്കാം. കാണിക്കാനുള്ള സ്ഥലം നമ്മളൊരു ഓണപ്പരിപാടി. എന്റെ ഫോൺ ആരും കൂടി കളിക്കാം. 6 മണിയായി. എടാ മുത്ത, ഇന്ന് തലേണ സദ്യക്കുള്ള ടേബിൾ ഇടോ? തലേണ കളിക്കാം. സാധ്യത അവിടെ റെഡി ആയിക്കോട്ടെ. തലേണ കളിക്കാം. കലവറയിലൊന്ന് പോയിട്ട് വന്നല്ലോ.
കലോറൊന്നുമില്ല, കലോറെല്ലാം കഴിഞ്ഞ്. വാ 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 വാ, സദ്യ കഴിക്കാം. അല്ല ഇത് വേണോ? വാ 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 അല്ല ഇതിന് ചേർത്ത് കൊണ്ടുപോകും. വാ ഓക്കെ. അടുത്തതായി ഗൈസ് അടുത്തതായി നടക്കാൻ പോകുന്നത് തലയണ അടിയാണ്. 2 തലയണ സെറ്റാക്കിയ എന്ത് മുഞ്ചാനെ കയറിയിരിക്കുന്നു. തലയണ അവിടെ തലേണ കിട്ടൂലേ? തലേണ എടുക്ക ആരെങ്കിലും. അനു കണ്ടോ മോനെ അടുത്ത് ഇത് നടക്കൂല. ഇതിപ്പോ ലേറ്റ് പോയി ഇരുട്ടാവും. ഇത് തലേണ കളി. അല്ല യേസ് കൂട്ട്, തൽക്കാലം യേസ് കൂട്ട്. പോസ് അതെ. തലേണ റെഡി. എടാ ഒരാള് വീഴുമ്പോ പിടിക്കാൻ നിന്നേ. പിടിക്കാൻ തലേണ എടുത്തിട്ട് തലയണതാ. ഒരെണ്ണം മതി. റെഡി. ഓക്കെ റെഡി സെറ്റ്. ക്യാമറമാൻ എന്ത് ചെയ്യും? എങ്ങനെ ഓരോ അടിയാ? താഴെ വീഴുന്നവരെയാണ് ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ പോയി. ഓസ്മോ വേറെ ആംഗിൾ എടുക്ക്. സെയിം ആംഗിൾ എടുക്കല്ലേ? നീ ലൈറ്റ് പിടിച്ചാൽ മതി. അല്ല മെല്ലിന് ലൈറ്റ് പിടിക്കാം. അതല്ല കുറച്ചും കൂടി മുന്നിൽ കയറിക്കണം, അല്ലെങ്കിൽ ആ കുക്കൂല. അഖിൽ ബ്രോ നീ ഏത് കോണത്തില് കയറിയിരിക്കുന്നത്? ഈടാണ് ഇതാണ് ആംഗിള്. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. അത് നോക്കി അഖില കുറച്ച് മുന്നിൽ വേഗം നോക്ക് വേഗം. ഓക്കെ റൗണ്ട് 2 3 2 1 ഗോ. വീട് എന്താന്ന് സാമാനം പുറത്തായി. അതിനങ്ങോട്ട് മാറ്റി കളവന. അടുത്താളെ മാറ്റിയാരെ പോരാട്ടോ. എന്റെ ഫോണ് ചാറ്റ് നോക്കണം. എന്റെ ഫോണ് എന്റെ ഫോൺ അറിയില്ല. അച്ചാര് കയറ്റി പൊട്ടാനാ. മോനെ ലൈവെല്ലാം നേരത്തെ കട്ടായി. ലൈവും കാണുന്നില്ലല്ലോ. ഉണ്ട്. ഇതെന്തോരം എല്ലാ ആംഗിളാന്ന് നോക്കിയ ഇവിടെ വാമോനെ ഞാൻ പറയുന്നത് കേട്ടോ. ആംഗിൾ ചേഞ്ച് ഇതെല്ലാം ഞാൻ അഖിലെ ഞാൻ പറയുന്നു. ഇവരെല്ലാം ഞാൻ എന്താ ചെയ്യുന്നത്? എവിടെ അഖിലെ? വാ ഇങ്ങോട്ടോ. എന്റെ പൊന്നുമോൻ ഇവിടെ വന്നേ. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അങ്ങോട്ട് പോ. കസേര എടുത്ത് മുകളിൽ കയറിക്കോ. കുര്യ വേഴ്സസ് മുരു. വാ ബാക്കിൽ തിരിഞ്ഞിരുന്നാ. ആമോനെ എന്തേ സുഖല്ല? എടാ ഇപ്പൊ പരിപാടി നടക്കുമല്ലോടാ. കയ്യട്ടെ. റെഡി 3 2 1 ഗോ. കുര്യ
മുനോ വിട്ടുകൊടുക്കരുത്. അതാണ് മുനോ പവർ. മുനോ പവർ. അയ്യോ എടാ ഇത് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ പിടിക്കാൻ പറഞ്ഞല്ലേ, എന്തിനു പറ്റിയ തലയടിച്ചാ മുനോ. എടാ ഇത് പിടിക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. അവിടെ കളി കണ്ടേ ആസ്വദിച്ചിരിക്കുക നിങ്ങള്. മതി മതി, എനിക്ക് ഡേഞ്ചറാ. മതി. പൊക്കടാ അപ്പുറത്തേക്ക് ഇട്. ഇവിടെ സദ്യയാക്കാൻ മതി. അല്ല കുറച്ചും കൂടെ അങ്ങോട്ടേക്ക്. മതി തൽക്കാലം ലൈറ്റ്. വാ മെത്തെടുക്കാനാ. എന്താ എല്ലാവർക്കും വിശക്കുന്നുണ്ടോ അവിടെ? ഫുഡ് കഴിക്കട്ടെ. വാ സദ്യ ഇവിടെ വെച്ചാ മതി. ഈ പോർച്ചില് അവിടെ തന്നെ വെച്ചു. ആടക്കാൻ മത്തിയോ? ചാച്ചോ ഇതെടുത്ത് മാറ്റി ടേബിളിലൂടെ വെച്ചു. പെട്ടെന്ന് ഇതാ വാ പെട്ടെന്ന് അടുത്ത ടേബിള്. മെൽവിനാ വാ. പൂക്കളെല്ലാം ഫുൾ കൊളായല്ലേ. മെൽവി അപ്പൊ ഇന്നത്തോടുകൂടി ഓണത്തിന്റെ കൊട്ടിക്കലാശാണ്. ഇനി ഓണപരിപാടി ഉണ്ടായിരിക്കുന്നതല്ല. എടുത്തോ ഫുഡ് എടുത്തോ. ആദ്യം ഗസ്റ്റ് ഇരിക്കട്ടോ. നേരെ ചാടി കയറി മമ്മൂന്ന് ഇരുന്നേക്കല്ല. ഈ തുടങ്ങിയോ? ഇത് വിരിക്കേ. ഇതെടുത്തിട്ട് ടേബിളിന്റെ മുകളിൽ ഇരിക്കണം. ഇതാ ശരത്ത ഇതെടുത്ത് ടേബിളിന്റെ മുകളിൽ വിരിച്ച്. ഓരോ വിഭവങ്ങളായിട്ട് കൊണ്ടുപോയിക്കോ. ഓരോ വിഭവങ്ങൾ പെട്ടെന്ന് നോക്ക്. എന്നാ അവിടെ ഇതിന്റെ മുകളിൽ വെക്കാം. നമ്മൾ ഇരിക്കുന്ന സ്ഥലമല്ലേ അവിടെ വെച്ചു. പെട്ടെന്ന് ഈ ഉരുളിയെല്ലാം മാറ്റാ. ഇവിടുന്ന് വീണോ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ആണോ? മണക്കൊന്നുമില്ലടാ. ഓക്കെയാ തിരിച്ചിട്ടാ പോരെ. ആണോ? പേപ്പർ ഇല്ല. ന്യൂസ് പേപ്പർ ഉണ്ടോ? പെപ്സി. ഓ നല്ല മണം. പരിപാടി ഓണായിട്ടുണ്ട്. ഇപ്പഴല്ല കുറച്ചതിന്റെ സദ്യ നമ്മളിപ്പോഴേ ഇരിക്കാൻ പറ്റും. സദ്യ ഇപ്പഴേ കഴിക്കുന്നുണ്ടെന്താ പ്രശ്നം? അങ്ങ് എന്താ 5 മിനിറ്റ് മുമ്പ് എന്താ മോനെ എന്താണ് അവിടെ ഉണ്ടായെന്താ? എല്ലാരും വന്ന് സദ്യ വിളമ്പട്ടെ. കറിയാ. സദ്യ എന്റെ തലക്ക് പൊടിയുണ്ടോ? സദ്യ ഇടില്ല സദ്യ. എന്തെന്നാ ചങ്ങായിക്കിന്റെ ഇടെന്താന്നല്ല ഇല കൊണ്ടാ. ഞാൻ വളർന്നില്ല. ഗസ്റ്റ് ഇരിക്കട്ടെ. അവർക്ക് പേര് ചേറിട്ട് കൊടുത്താ
ഗസ്റ്റിന് ആദ്യം ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമ്മൾ ഇരുന്നാ മതിയാ. എടാ മമ്മ ഒന്ന് എണീച്ച് പോടാ, അവര് കഴിക്കട്ടെ ആദ്യം. എല്ലാരും കസേര അടുപ്പിക്കോ. നീ എണീച്ച ഈ മമ്മ കയറി ഇരുന്നിട്ട് ഇവിടെ വിളമ്പൽ പരിപാടിയല്ല നമ്മളെ ഒന്ന് അടുപ്പിക്ക അടുത്തോട്ടിരിക്കേ മമ്മോ, അടുത്തോട്ടിരിക്കും മമ്മോ. കുറച്ച് അച്ഛൻ ഇങ്ങോട്ടിരിക്കും. അച്ഛാ സ്പൂൺ ഒരാൾക്കും കൂടി ഇവിടെ ഇരിക്കാലോ, ഒരാളും കൂടി. ആരാ ഗസ്റ്റ് പറയാനുള്ളേ? ബാക്കി ആരും ഗസ്റ്റ് അല്ലല്ലോ. ആ ഷെയ്ക്ക് എന്താണ് ഓരോന്നായിട്ട് ചോറ് അപ്പൊ പായസം കുറച്ച് വെള്ളം വേണം, പുറത്താക്കരുത്. ഇപ്പൊ എല്ലാ പായസം അതെല്ലാം എടുത്ത് മാറ്റി. ഞാൻ സാമ്പാർ ഇവരെ പറയും ചോറിടാണ്ട് സാമ്പാർ ഇടാൻ പറ്റില്ല. സാമ്പാർ ഒഴിച്ചിട്ടാ അതാണ് ഞാൻ പറഞ്ഞത്. സാമ്പാർ വെച്ചിട്ട് ചോറ് അലമ്പാക്കരുത്, അലമ്പാക്കുക. സാമ്പാർ ഒഴിക്കണ്ടേ? നീ അച്ചടി കിച്ചടി സാമ്പാർ പപ്പടം, ഇത് പപ്പടം പപ്പടം. രസമൊന്നുമില്ല. രസം വേണ്ട, സാമ്പാർ മതി. സാമ്പാർ ഞാൻ തരാം. എന്ത് സാമ്പാർ നീ തരാം? നീ സാമ്പാർ സാമ്പാർ രസം വേണോ? നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാമ്പാർ വെച്ച് തരാം, പായസം കൂട്ടിട്ട്. ഭയങ്കര ഒരു അതിഥി നമ്മളെ വീട്ടിൽ കയറി അതിനെന്താ? ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ചോറ് വളരെ മോശം ഷമീറ, വളരെ മോശം. അല്ല അങ്ങനെ ഇതാക്കി പറയുന്നില്ല. ലൈവ് ഇതൊന്നും ഞാൻ നോക്കൂല. ആ കാര്യം പറയാം, ഞാൻ ഉള്ള പോലെ പറയും ഷമീറ. ഈ ആൾക്കാർ വരുമ്പോൾ ഓവറാക്കൽ നിനക്ക് കൂടുതലാ. ഒരു മാന്യത ഇല്ലാത്ത പരിപാടിയല്ലേ ഇത്? എന്നാ പപ്പടം വിളമ്പ. നീ പോയി റൂമിൽ ഇരുന്നാ മതി. ആ ഓവർ വിളമ്പി കൊടുക്കും. ഉപ്പേരിയും നീ ഒരു കുപ്പേരിയും വിളമ്പുണ്ടാവും. ഞാൻ എന്തെങ്കിലും വിളമ്പിക്കോട്ടെ. ചിപ്സ് ഇല്ലേ? ചിപ്സ് ഉണ്ട്. ചിപ്സ് കൊടുക്കും. കുറച്ച് ചിപ്സ് എടുത്ത. ആ വിളമ്പ്. പഴം വെച്ചോടുക്ക്. ഒന്നും നോക്കണം. ഈ മണ്ട തേപ്പിക്കല്ലോ. പപ്പടം വാ റാംബോ. പപ്പടം ഞാൻ വിളമ്പാ. മാറി ആ ഈ മമ്മു എല്ലാത്തിനെ കയറി ഇരുന്നേ. പൊന്നച്ചായ എല്ലാ പരിപാടിയും കൊളാക്കാൻ ഇവർ രണ്ടാളും ഉണ്ടാവും. ഈ മമ്മു ഷമീറും. പപ്പടായിരിക്കും വേണേ പറയണ. ഇനി വേണോ? എന്തൊരു തീറ്റയാന്ന് ഇവൻ, ഈ തടിയൻ. ഓ അവന്റെ മോന്ത നോക്കണാക്കില്ല. എന്തോ കാണിക്കുന്നാടുന്ന്. എടാ ഫുഡ് കഴിക്കട്ടെ, അങ്ങനെ സൂം ചെയ്യല്ല. മാറ്, ഇവിടുന്ന് മാറ്, അവിടുന്ന് മാറ്. എല്ലാം ഇട്ട് കൊടുക്ക. ഞാനൊന്ന് ചാറ്റ് നോക്കട്ടെ. ഇതെന്താ ബിയറിന്റെ ചിഹ്നം മൊത്തം? ഞാൻ പറഞ്ഞത് ഷമീർ എന്തടിക്കാൻ ഷമീറാ ഒന്ന് പോയടാ. കാര്യത്തില് ഷമീർ അടിക്കൂല. മുനുവിനോട് ചോദിച്ചോക്കെ. റാംബോ അടിച്ചിട്ടുണ്ടോ? ഷമീർ അടിക്കൂല. ഷമീറും റാംബോ ആടാ ലൈവ് ബാക്ക് എടുത്ത് നോക്ക്. എടാ എന്താടാ ഷമീർ എവിടെ? ഞാൻ പറഞ്ഞേ മണപ്പിച്ച് നോക്കിയാ പോരെ. എവിടെ?
എവിടാ എവിടെ അവിടെ ഷമീറാണോടാ ഷമീർ എന്താക്കുന്നത് ഒരു മിനിറ്റ് എന്താ സംഭവം എന്താ എന്താടാ പെപ്സിക്ക് എന്തിനാ പഴം പിന്നെ നേരത്തെ രാവിലെ ഓടാൻ അങ്ങോട്ട് പോയി ഇത് നമ്മളെ കുടുംബകാര്യം അങ്ങോട്ട് പോയാ എന്താ സംഭവം എന്താ എന്ത് പെപ്സി ഇത് കൊറേ നേരം ആയില്ലേ കളിക്കുന്നു വിശന്നിട്ട്. എന്താണിത് ഞാൻ നോക്കിയാ ഇതെന്താന്ന് എനിക്കറിയാം പെപ്സി ആ അതല്ല പറഞ്ഞ പെപ്സി ഡൗട്ട് ഉള്ള ആള് കുടിച്ചു ചോദിക്കോ എന്താ പിന്നെ ആടിനെ എടാ ഇത് നമ്മ അഭിനയിച്ചാടാ പൊട്ടാ പറ്റിച്ചില്ലേ റമ്മിന്റെ എന്തോ പോടാ പണിയാ ലൈവില് പിടിച്ച് നിന്റെ എല്ലാ പരിപാടി ലൈവില് പിടിച്ച് എനിക്ക് കുറെ അഭിനയം പല്ലും തേക്കില്ല ഇവന്റെ തീട്ടാ മണക്കുന്നത് എടാ പൊന്നു പോലെ കുടിക്കാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കുടിക്കോ മണ്ടന്മാരെ പ്രാങ്ക് ചെയ്തല്ലേ ഞാൻ റാമ്പോ നേരത്തെ പ്രാങ്ക് ചെയ്താ നീ അങ്ങോട്ട് പോയാ ഞാൻ കുറച്ച് ഓവറാകാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തതാ സംഭവം പക്ഷെ നാച്ചുറൽ അല്ലേ ഇത് ഭയങ്കര നാച്ചുറൽ ആക്ടിങ് അല്ലേ സ്ക്രിപ്റ്റ് ചാറ്റ് മൊത്തം സ്ക്രിപ്റ്റ് ആയിരുന്നു ചാറ്റ് മൊത്തം ആണോ ശരിക്കും പിടിച്ചാന്നേ ഏടാ ഉമ്മ സത്യമില്ല അത് പെപ്സിയാ ഞാൻ ഇവനോട് പ്ലാൻ ചെയ്ത നമ്മൾ നിങ്ങളെല്ലാരും ഇതാ ഇവനുള്ള വീണല്ല ഞാൻ മുണ്ടും ഞാൻ വിശ്വസിച്ചില്ല അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാൻ ഇതാ മുണ്ടും മറക്കി ഒരു വീഴ്ച വന്നില്ലേ എന്താ പരിപാടി എന്താ ഞാൻ ലൈവിലെ വിളിക്കാം സത്യം ഇഷ്ടപ്പെട്ട എല്ലാരും മിസ് ചെയ്യാതെ അച്ഛനെ കുറച്ച് കയ്യിൽ വെച്ച് അച്ഛന് വേറെ ഭയം കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കടാ ഇത് കുറവല്ലേ സീറ്റ് കുറവല്ലേ ബഫറിങ്ങോ നെറ്റ് പോയോ ഭയമുണ്ട് ഭയമാണോ നെറ്റ് ബഫറിംഗ് എന്ന് പറയുന്നത് ഭയമാണോ എടാ ഒരു ഭയം എടുത്തടാ മുത്തം മനുഷ്യന് കൊടുത്ത പഴം നോക്കി ഭയം കൊടുക്കും എൽ ക്യാമറമാൻ എല്ലാരും എൽ ക്യാമറമാൻ എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്താ നിനക്ക് അതേ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും വേണോ ചാർജ് ഇതില് പവർ ബാങ്ക് കുത്തിയില്ലേ ആ പിന്നെന്താ പ്രശ്നം തിരുവാമണിരാവ് മനസ്സാകെ നിലാവ് സംശയിച്ചല്ലോ നീ അതെ എന്റെ ആക്ടിങ് അത്ര അടിപൊളിയായിരുന്നു അല്ലേ നീ ശരിക്കും കുടിച്ചാ ഉമ്മ സത്യം ഞാൻ കുടിച്ചില്ല ഉമ്മ സത്യം ഇല്ല വേറെ വേണമെങ്കിൽ ഞാൻ സത്യം ഇടാം പറ്റിക്കാനാണെങ്കിൽ ഇവിടുന്ന് ചെയ്താ പോരെ നീ എന്തിനു ബാക്കില് പോയി എടാ അതല്ലേ നമ്മളെ ആക്ടിങ്സ് ഇല്ലേ ഞാൻ അഖിലിനോട് പറഞ്ഞു സ്മെല്ലില്ലാത്ത എന്തെങ്കിലും പുതിയ തരം കള്ള് ഒന്ന് കേടാ അഖിലിനോട് ഞാൻ എന്താ പറഞ്ഞത് അഖിലിനോട് ഞാൻ ബാക്കിലോട്ട് വരണമെന്ന് പറഞ്ഞ ഷമീർ എന്താ പറയുക വള്ളടിക്കൂല അറിയാം ഇവനൊക്കെ എനിക്കറിയില്ല എനിക്ക് ഇന്നെ പരിചയമില്ല ചിലപ്പോ നീ കള്ളു കുടിക്കും ആർക്കറിയാം മാനാന്നാണ് വിചാരിച്ചത് നമ്മള് പെപ്സി കുടിച്ചിട്ട് ബോട്ടിലതാണ് ലൈവിലുണ്ട് പുരിയും പെപ്സി ഉണ്ടെന്ന് ലൈവിലുണ്ട് നമ്മള് ഈ വടംവലിയും കസരക്കളി മാത്രല്ല ബാക്കി ഒരു 3-4 ഗെയിംസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആടെ മരത്തിന്റെ മുകളിൽ നമ്മള് ഉറി കുടം തൂക്കിയിട്ടിട്ടുണ്ട് ഉറിയടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ സ്പൂൺ എടുത്ത് നാരങ്ങ ചാക്കില് ഓട്ടം ചാക്കിലിട്ടിട്ട് ഓട്ടം ഇതെല്ലാം നമ്മള് പ്ലാൻ റാംബോന്റെ കൂടെ കണ്ടപ്പോ ഞാൻ ശരിക്കും നല്ല ആറാമിന്റെ മക്കള് സ്മെല്ലുണ്ടടാ എന്ത് ശരിയാ നമ്മക്കാനത്തെ പരിപാടി ഒന്നുമില്ല
ബാക്കി വ്ളോഗ് എടുത്താലോ പിന്നെ ഈ വ്ളോഗ് എടുത്തിട്ട് കാര്യമുണ്ടോ? നീ വ്ളോഗ് എടുക്കുന്ന പറയാം, എല്ലാം വ്ളോഗ് എടുത്തിട്ട് നീ അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ. ഒരാഴ്ച രണ്ടാഴ്ച ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ സമയം. ഇന്ന് വ്ളോഗ് എടുത്തിട്ട് കാര്യമില്ല, എന്റെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് വരും, ഓണെല്ലാം കഴിഞ്ഞിട്ട്. ലാഗ് എല്ലാം ഇത് ലേറ്റ് ഇല്ലാത്തടാ. അപ്പൊ എനിവേസ് ഗൈസ്, എന്നാ പിന്നെ ലൈവ് എൻഡ് ചെയ്താലോ? ചാറ്റ് ലൈവ് എൻഡ് ചെയ്താലോ? എന്തായാലും ഇരുട്ടുവായി നമുക്ക് ബാക്കി ഗെയിംസ് നമുക്ക് കളിക്കാൻ. നാരങ്ങ സ്പൂൺ ഉണ്ട് കളിക്കാൻ. നാരങ്ങ സ്പൂൺ ഈ ലേറ്റിൽ നിന്നെ ഒന്നാമത്തെ കാര്യം നീയാ ലേറ്റ് ആകാൻ കാരണം നീയാ. നീ കൊറേ ലേഖാക്കി, നീ കൊറേ കാര്യത്തിൽ ലേഖാക്കി. പിന്നെ അപ്പൊ ഞാൻ പറയുന്നത് ചാക്കിലോട്ടം നാരങ്ങ സ്പൂണിൽ നമുക്ക് വേറൊരു ദിവസം ഏത് സമയം രാവിലെ 7 മണിക്ക് എണീച്ച് തുടങ്ങിയ പരിപാടി തീരണ്ടേ? എനിവേസ് ഗൈസ്, അങ്ങനെയാണ് നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. കാരണം എല്ലാവരും എല്ലും ബഫറിങ്ങും എൽ സ്ട്രീം എല്ലാം പറയുന്നത്. ഒരു വലിയ നന്ദി പറയാണ്ട് ഡബിൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു വലിയ നന്ദി പറയാണ്ട് നമുക്ക് ഇന്ന് സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്ത് തന്ന. ഓക്കെ, നമുക്കില്ല, നമ്മള് 3 ദിവസമായിട്ട് ഈ ഓണത്തിന്റെ പരിപാടിയും റബിയ ലെവലിന്റെ പരിപാടിയെല്ലാം ആയിക്കൊണ്ട് കുറെ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ചു, ഏടിയും ഇതില്ല. ഇവന്റ് മാനേജ്മെന്റ് എല്ലാം ഫുള്ളാ, എല്ലായിടത്തും പരിപാടിയാ. അങ്ങനെ നിൽക്കുമ്പോ നമ്മളെ പുള്ളറാ ശബരി നല്ല പേര് ഒരു വലിയൊരു കൈയടി, ശബരിക്ക് ഒരു വലിയൊരു കൈയടി. ഫുള്ള് ചെക്ക ഇന്നലെ രാത്രി വന്നിട്ട് മൊത്തം സ്റ്റേജ് കാര്യങ്ങള്, ഇത് സ്പീക്കർ, ഇത് മൊത്തം ഇവിടുത്തെ മൊത്തം ഇവന്റ് മാനേജ്മെന്റ്, മൊത്തം പ്ലാനിങ്ങും മൊത്തം കാര്യങ്ങളും ശബരിക്കാണ്. നിങ്ങളെ കമ്പനിയുടെ പേര് വേണമെങ്കിൽ പറഞ്ഞോ. ഓക്കെ, വാവ് SFX ഫിക്സ് ഔട്ട്. എല്ലാരും ഒരു നല്ലൊരു W കൊടുക്കും. പ്രൊമോഷൻ കാര്യമൊന്നുമല്ല, പക്ഷെ ചെക്കൻ വെരി ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഹാർഡ് വർക്ക്. 3-4 പേരുണ്ട് കാര്യം. എല്ലാരും W ഇട്ട് കൊടുക്കുക. അപ്പൊ വാവ് SFXന് W. പൈസ ചാറ്റ് എന്താ പറയുന്നത്? സ്റ്റേജിൽ ഇത് കിട്ടുന്ന നോക്കിയാ ഡാൻസ് കളിക്കണം. സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടോ? അല്ല, ഈ ലൈറ്റ് തന്നെയല്ലേ വേണ്ടത്. നീ ഒന്ന് നോക്കട്ടെ. കിട്ടോ? അവിടെ കിട്ടോ? അങ്ങോട്ട് പോ. ഇവിടുന്ന് കിട്ടോ? ആയോ? കളറാകട്ടെ. ഇല്ലടാ, ലൈറ്റ് കിട്ടും. അപ്പൊ എനിവേസ് ഗൈസ്, ഇരുട്ടായതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലൈവ് എൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പം ഇതുവരെ ലൈവ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇതെന്താ ഇനിയും കുറെ സാധനം ബാക്കിയുണ്ടോ? ഇതെല്ലാം തീർക്കാം. ഒരു പാട്ട്, ഒരു ഡാൻസ്, കലാശ കൊട്ട്. ഓണത്തിന്റെ കലാശ കൊട്ട്. ഞാനൊരു പാട്ട് ഇട്ടോ, ഒരു പാട്ട് കലാശ കൊട്ട്. അടി പാട്ട് ഏത് മൂഡ്? അപ്പൊ ഈ വർഷത്തെ ഓണ സെലിബ്രേഷന് ഞങ്ങളെ ക്ഷണിച്ച MRC ഗ്രൂപ്പിന്റെ അടുത്ത് 1000 നന്ദി. താങ്ക് യു സോ മച്ച്. സാധനം വരും. തീർന്ന ഓ അരവരാ പിള്ളേരെ വാടാ, എല്ലാരും കേറിക്കോ, വാടാ എല്ലാരും. അങ്ങോട്ട് കൈ കഴുകണം, നാറി കൈ കഴുകണം. മേത്താക്കില്ല ഇതാ എടാ വായില ഭയങ്കര സീന. അയ്യോ
അച്ഛാ വാ. Guys, ഇതോടുകൂടി ഓണത്തിന്റെ കലാശം മാറാം. ഇതോടുകൂടി ഓണത്തിന്റെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. കൊട്ടിക്കലാശം. എല്ലാരും വലിയൊരു കൈയടി. ഒരു പാട്ടോ പാട്ട് ഡാൻസിലൂടെ നിർത്താം. ഒരു ഡാൻസോട് നിർത്താം. ഫുൾ സൗണ്ട് 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 അധികാക്കണ്ട കുറച്ച് കൂട്ടി. പരിപാടി ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. നമ്മുടെ ടീമിൽ തന്നെ ഇഷ്ടപ്പെട്ടോ? ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ആരെ ടീമിൽ ആരെ ഇഷ്ടപ്പെട്ടെ? ശരിക്കോ? അയ്യേ എടാ ഓടി സ്ഥലം കൊടുക്കുക. ഈ ജാതി എല്ലാരും കളിക്കുന്നത് നോക്കണത്. അയ്യോ പൊടി 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 പൊടിക്കോ പൊടി പൊടി പൊടി. ഓക്കെ ഗൈസ് 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 ഓക്കെ താങ്ക് യു ഗൈസ്. താങ്ക് യു എവരിബഡി. താങ്ക് യു ഫോർ കമ്മിങ്. ഇതാ ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ട് നമ്മൾ ക്ഷണിക്കാണ്ട് തന്നെ വന്ന കുറെ അതിഥികളാണ്. എല്ലാവരും കാണിച്ചു. അപ്പൊ താങ്ക് യു ഗൈസ്. ഇതെന്താ എല്ലാവരും ഓടുന്ന ക്യാമറ കാണുമ്പോ. അപ്പൊ താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പം അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും ബൈ. സി യു. അപ്പൊ എല്ലാവരും പിരിഞ്ഞേക്ക് പരിപാടി വാ. വലൈക്കും സ്ലാം. സുഖല്ല? വലൈക്കും സ്ലാം. അപ്പൊ ഗൈസ് നാളെ ലൈവ് ഉണ്ടാവില്ല. നാളെ നമ്മള് റാംബോന്റെ വീട്ടിൽ ഓണം കൂടാൻ വേണ്ടിട്ട് നമ്മള് ട്രിവാൻഡ്രത്തേക്ക് പോയിരുന്നു. അപ്പൊ നാളെ നമ്മള് ട്രിവാൻഡ്രം ആയിരിക്കും. മറ്റന്നാളെ 8-ാം തീയതി എനിക്ക് കണ്ണൂർ എത്തണം. നമ്മളെ കേസ് ഉണ്ട് തളിപ്പറമ്പ്. ഇവിടെ 10-ാം തീയതി കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് 10-ാം തീയതി തിരിച്ചു വരും. അപ്പൊ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ എനിവേസ് നാളെ 7-ാം തീയതി റാംബോന്റെ വീട്ടില് ഓണാഘോഷം. 8-ാം തീയതി കണ്ണൂര് കേസ്. 9-ാം തീയതി അവിടെ തന്നെ. പിന്നെ 10-ാം തീയതി ഇങ്ങോട്ട് വരും. അപ്പൊ ബൈ ഗൈസ്.